ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് നടക്കുന്ന സമയത്ത്, ടൈൽ ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഉമ്മർത്ത് ചവിട്ടിയില്ല, ബാക്കിൽ ചവിട്ടിയില്ല, നിങ്ങളെന്താ ചവിട്ടി ഒന്നും കൊണ്ടുവന്ന് തരില്ല എന്നൊക്കെ ഞങ്ങളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു പറയും. അന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവരെ അടുത്ത് ഇതാ കിട്ടുക. ഇപ്പോഴാണ് അവരെ പിള്ളേരൊക്കെ എന്റെ അടുത്ത് പറയുന്നത്. പിന്നെ മറ്റേ ഇവര് സ്ട്രക്ചർ ചെയ്ത ആൾക്കാർ വർക്കേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, ആ ചേട്ടന്റെ അടുത്ത് നമ്മൾ നനയ്ക്കാൻ പറഞ്ഞു, അത് രേണുവിന്റെ ഫാദറിന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാരും തെറ്റായി പോയി എന്നൊരു തോന്നല് പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഈ പറയുന്ന സുഹൃത്തുക്കളെ, ഇതിനെയാണ് നമ്മൾ പറയുക, വേലി കിടക്കുന്ന പാമ്പിനെടുത്തിട്ട് നമ്മുടെ തോളത്തും പല ആസനത്തിൽ കൊണ്ടുവയ്ക്കുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ വർത്തമാനമൊക്കെ ഉണ്ട്. ഇത് സുധി ചേട്ടന് വേണ്ടിയിട്ട്, ആ മക്കൾക്ക് വേണ്ടിയിട്ട് വീട് നിർമ്മിച്ചു കൊടുത്ത ആ ഒരു ബിൽഡറാണ്. ഇപ്പൊ ഈ സുധി എന്ന് പറയുന്ന സുധി അല്ല, രേണു എന്ന് പറയുന്ന ഇവരെ കൊണ്ട് നമ്മുടെ മലയാളികൾക്ക് ഉണ്ടായ ഒരു വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡറില്ലേ ഇങ്ങനെ പല പാവങ്ങൾക്കും പലപ്പോഴും വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ വീട് വെച്ചു കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറല്ല എന്നാണ്. അതായത് ഇനിയും എത്രയോ പാവങ്ങൾക്ക് വീട് കിട്ടേണ്ടിരുന്ന വീട് മുഴുവൻ ഈ രേണു സുധിയുടെ ചില വാക്കുകൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു നടണം. നോക്കൂ, ഇവരെന്തൊരു വൃത്തികെട്ട അവസ്ഥയിലാണ് ഇവർ സംസാരിക്കുന്നത് ആലോചിച്ച് നോക്കി. ഈ സ്ത്രീ, രേണു പറഞ്ഞ സ്ത്രീ, ഞാൻ ഈ ബിൽഡറല്ല ഉദ്ദേശിക്കുന്നു കേട്ടോ, രേണു പറയുന്ന ഒരു സ്ത്രീയാണ്. എന്തൊരു വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് ആ വീട് കിട്ടിയില്ല. സത്യം പറയാലോ, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ബിൽഡർ വർത്തമാനം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തോന്നിപ്പോവുക, നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, നമുക്ക് തോന്നിപ്പോവുക ഇത് രേണുവിനും മക്കൾക്കും കിട്ടേണ്ടിരുന്ന വീടല്ല. ഇവരെക്കാൾ അർഹതയുള്ള ഏതൊക്കെയോ ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ അർഹതയുള്ള ഏതോ ആളുകൾക്ക് കിട്ടേണ്ടായിരുന്നു. ഇവരൊരല്പം ഫേമസ് ആയതുകൊണ്ട്, ഈ സുധി എന്ന് പറയുന്ന മനുഷ്യരൊരല്പം ഫേമസ് ആയതുകൊണ്ട് മാത്രമാണ് രേണു സുധീനും മക്കൾക്കും ഈ വീട് കിട്ടിയത്. അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കിട്ടിയേനെ. എന്തായാലും ഇദ്ദേഹം പറയുന്ന രണ്ടാമത്തെ വർത്താനം കേട്ടോക്കി. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാരും തെറ്റായി പോയി എന്നൊരു തോന്നല് പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഈ പറയുന്ന പലർക്കും മുൻപ് തന്നെ തോന്നി തുടങ്ങിയിരുന്നത് ആ ഒരു സംഭവം, രേണുവിന്റെ ഈ റീൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ അവരടുത്ത് പറയാറുണ്ട്, പേഴ്സണലായിട്ട് രേണു എന്തെങ്കിലും ചെയ്യട്ടെ, നമ്മൾ അതിനെ കുറിച്ചിട്ട് ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല. അത് രേണുവിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, നമ്മൾ അതിനകത്ത് മൈൻഡ് ചെയ്യേണ്ട. പക്ഷെ ഇത് കൂടെ വന്നപ്പോ എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ ഇത്രയും രേണുവിനെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ, നമ്മളൊരു സ്ത്രീനെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഒറ്റപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എന്റെ പിന്തുണ കൊടുത്തിരുന്നത്. സത്യം, നിങ്ങളെ പോലെ തന്നെയാണെന്ന് മലയാളികളായിട്ടുള്ള പല ആളുകൾ വിചാരിച്ചിരുന്നത്. ഇതൊരു സ്ത്രീയല്ലേ, ഭർത്താവ് മരിച്ചു പോയല്ലോ, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണ്ടേ, അവരെ ജീവിതമല്ലേ, അവരങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച. പക്ഷേ ദാനം കിട്ടിയ എന്താണ് ഈ പശുവിന്റെ പല്ലെണ്ണി നോക്കരുതെന്നൊക്കെ പറയും. പക്ഷേ രേണു പല്ലെണ്ണി നോക്കി. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ആ വീട്ടില് ഈ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വീടിന്റെ പുറകിൽ വർക്കേരിയ കുറവായിരുന്നു അത്രേ. വർക്കേരിയ ഇവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ പറഞ്ഞു. വർക്കെല്ലാം കഴിഞ്ഞ് ഈ വീട് ഏൽപ്പിച്ചതിന് ശേഷം ഇവരെ വിളിച്ചിട്ട് രേണു പറഞ്ഞത്, നിങ്ങൾ വർക്കേരിയ കൂടി ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങളെ നാട്ടിക്കും. ഇപ്പൊ അതാ ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇതൊരു വലിയ ഗംഭീര ബിൽഡറാണ് ഈ മനുഷ്യൻ. ഇങ്ങനെ ഒരുപാട് ഗംഭീരമായിട്ടുള്ള വീടുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീടുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഇനി ഒരു മനുഷ്യന് മുമ്പിലേക്ക് എത്താത്ത രീതിയിലുള്ള ഒരു ഏർപ്പാടാണ് ഇപ്പൊ രേണു സുധി ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസല് നാറുത്തരം, ചെറ്റത്തരം. അർഹതപ്പെട്ട ആയിരങ്ങൾക്ക് ഇനിയും കിട്ടേണ്ടിരുന്ന വീടുകൾ മുഴുവൻ രേണു സുധിന്റെ ഈ ഒരു ഒറ്റ വാക്കുകൊണ്ടാണ്. എൻ്റെ വീട് ചോരുന്നുണ്ട്, എനിക്ക് ഉണ്ടാക്കി തന്ന വീട് ചോരുന്നുണ്ട്, ഏതൊരു ഋതപ്പനോ ഏതോ പയ്യുണ്ട്, ആ പയ്യൻ കിടന്നുറങ്ങുന്ന റൂം ചോരുന്നുണ്ട്, ഹാള് ചോരുന്നുണ്ട് എന്നീ പറഞ്ഞ് ഇല്ലാത്ത വർത്തമാനം പറഞ്ഞ് എത്ര ആളുകൾക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സിനെ രേണു സുധി തകർത്തു എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക. ഇവരീ പറയുന്ന ഗ്ലാസിന്റെ ഇടയിലൂടെ വെള്ളം വീഴുക അല്ലെങ്കിൽ ചാക്കിലടിക്കുന്നത് തന്നെയാണ് ചോരുന്നുണ്ട്. അത് ഇങ്ങനെ നല്ലതായിട്ട് ചോർച്ചയുണ്ട്, അത് കഴിയുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അവര് നിർബന്ധമായിട്ട് പറയുകയാണ് ചോർച്ചാന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നാളെ ചോർച്ചയുടെ വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയ വഴി. ഞങ്ങൾ പറയുന്നത് അത് ചോർച്ചല്ല എന്ന് പറയണം. 2-3 തവണ ഇവര് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ വേറൊരാൾ വഴി ഏത് രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു, ഞങ്ങൾ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും. വോയിസ് റെക്കോർഡൊക്കെ എന്തൊരു ഭീകര ആലോചിച്ച്. അതായത് നിങ്ങളെ പറ്റിയിട്ട് ഈ വീട് നിർമ്മിച്ചെടുത്ത ആളെ തന്നെ രേണു വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അത് മറ്റും പലരെയും വെച്ചിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങളെപ്പറ്റി നെഗറ്റീവ് റിവ്യൂ പറയും. അപ്പൊ പിന്നെ നിങ്ങളുടെ ബിൽഡിംഗ് പരിപാടികളൊക്കെ നിൽക്കുമല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, വീടിന്റെ പുറകിൽ ഒരു വർക്കരയെ കൂടി കെട്ടിത്തരണമെന്നാണ് ഇവരാവശ്യം. നോക്കൂ, ദാനം കൊടുത്തൊരു വീടാണ്.
ആ ദാനം കൊടുത്ത വീട്ടിൽ പോലും കണക്ക് പറഞ്ഞുണ്ട്. അതും ആ രേണുവിനും നമ്മുടെ സുധിയുടെ അമ്മയ്ക്കും രേണുവിന്റെ 2 മക്കൾക്കുമാണ്. ഇപ്പൊ അവിടെ വേറെ ഏതൊക്കെയോ ആളുകളാണ് കയറി നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപമാനിക്കുന്ന രീതിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലല്ലേ സംഭവം. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ക്രെഡിബിലിറ്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് വർക്ക് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച് ആർക്കെങ്കിലും വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയന്റ് ആഗ്രഹിക്കുകയും അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്നത് ഇവർ വീടുണ്ടാക്കി കൊടുത്തിട്ട് 1 വർഷം പോലും ആയിട്ടില്ല, ആ വീട് ചോരാൻ തുടങ്ങി. ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ വീട് പണിയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് ശരിക്കും ഞങ്ങളുടെ ബിസിനസ്സിനെ അത് എഫക്ട് ചെയ്യുന്നതിനകത്ത് ഒരു സംശയം. വീഡിയോയില് ഞങ്ങൾ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. എന്നുവെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും ഓഫീസാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇവര് വീട്ടിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് മോട്ടോർ വർക്ക് ചെയ്യില്ല എന്നായിട്ട് വിളിച്ചു ഫാദർ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് ക്ലോക്ക് എന്തോ താഴെ കൊണ്ട് പൊട്ടിന്നാണെന്നോ പറഞ്ഞു. ഞാനിതിലേക്ക് എന്ത് ചെയ്യും, അതുപോലെ ബൾബ് എന്തോ കത്തുന്നില്ല എന്ന് പറഞ്ഞു വിളിച്ചു. രേണുസുതിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതായിരുന്നില്ല ഞങ്ങളെ തീരുമാനം കേട്ടോ. സത്യം പറഞ്ഞാൽ സുധിയുടെ 2 മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളെ തീരുമാനം. അത് നമ്മളൊരു വീടിന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഫർണിച്ചർ അല്ലെങ്കിൽ മുറ്റത്ത് കല്ലിടുക, സ്പോൺസർ ചെയ്യുന്ന വീടുകൾ, അതിനകത്ത് പിശുക്ക് കാണിക്കാൻ അല്ലെങ്കിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫർണിച്ചർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ടി വി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഡൈനിങ് ടേബിൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഫ്ലവേഴ്സ് ആണോ ഇത് ചെയ്യുന്നത്, KHDC ഗ്രൂപ്പാണോ ഇത് ചെയ്യുന്നത്, 2 അഭിപ്രായം ഒന്ന് തുടങ്ങി ഒരു എൻഡിങ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ടായിരുന്നു. പേഴ്സണലായിട്ട് നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവരെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല, ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നു, പുറത്ത് ഞങ്ങളുടെ ഫണ്ടില്ല. ഞാൻ കുറെ യൂട്യൂബ് ചാനൽ വരുന്നതാണ്, ഇവിടെ സോഷ്യൽ മീഡിയ ചാനൽ വരുന്നതാണ്. അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഒരു വർക്ക് ഏരിയ ഇല്ല, അത് നിങ്ങൾക്ക് ചീത്തപ്പേരാവുന്നതാണ്. ഭീഷണിയുടെ സ്ഥലം എക്സാക്ട്ലി അത് ഭീഷണിയുടെ സ്ഥലം തന്നെയാണല്ലോ. നിങ്ങൾക്ക് ചീത്തപ്പേരാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചീത്തപ്പേരില്ല, നിങ്ങൾ ആരോടെ റിക്വസ്റ്റ് ചെയ്ത് ആരും കൊണ്ട് ചെക്കായിട്ടാണ്. 2020 മുതൽ ഞാൻ 2 നമ്പർ എടുത്തിട്ടുണ്ട്, പേഴ്സണൽ നമ്പറും ഒഫീഷ്യൽ നമ്പർ. ഈ നമ്പർ ഇതുവരെ മാറിയിട്ടില്ല, എനിക്കത് മാറ്റാൻ കഴിയില്ല. പിന്നെ ഞാൻ അവരെ അന്ന് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പോയിട്ടില്ല. പൊതുവെ ഞങ്ങൾ അങ്ങനെയാണ്, ഒരാൾക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവരെ വീണ്ടും വിളിച്ച് അല്ലെങ്കിൽ ശല്യം ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ചോദിക്കാതെ പോകാറ്. കാരണം വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, നമ്മൾ അതോടുകൂടെ നമ്മൾ മറന്നു അത്. പിന്നെ അവരാണ് ഓർത്ത് വെക്കേണ്ട ആൾക്കാർ, അത് വാങ്ങിച്ച ആൾക്കാരാണ് ഓർത്ത് വെക്കേണ്ടത്. ഇവൻ ഞാനൊരു സഹായം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനത് ഓർത്ത് വെക്കേണ്ടതാണ്. പക്ഷെ അവരത് ഓർത്ത് വെച്ചില്ല. ശരിക്കും ആക്ച്വലി ഞാൻ ഇവരെ ഫാദർ ലോനെ വിളിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് വീട് താമസം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനലിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളവിടെ ഒരു ഓണത്തിന്റെ പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഓണസദ്യ അവിടെ വെച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ വീടിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ടും ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഇക്കാരുടെ ഒരു ബൈക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരില്ല, നിങ്ങൾ അവരെ എടുത്തു, ഞാൻ വേണമെങ്കിൽ ഓവർ ദ ടെലിഫോൺ എന്തെങ്കിലും ബൈക്ക് എടുത്ത് തരാമെന്നാണ്. ആക്ച്വലി ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് 2ാമത് പറയുന്നത് വെച്ചാൽ ഞങ്ങളെടുത്ത് അവര് 15,000 രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവൻ തോ ഞാൻ രേണുസുതി അവരെ അച്ഛൻ ആരോ 15,000 രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവൻ തോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് പോലും പറഞ്ഞു. എന്നിട്ട് അവരത് പൈസ ചോദിച്ചു. അതോടുകൂടെ എനിക്ക് അവരോടുള്ള ഒരു അതായത് നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ സുധിയുടെ 2 മക്കള്, സുധിയുടെ അമ്മയും സുധിയുടെ വൈഫും അവിടെ ജീവിക്കണമെന്നായിരുന്നു ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഞാൻ സുധിയുടെ അമ്മോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഹൗസ് വാമിങ് വന്നപ്പോ അമ്മ പോവാണെന്ന് വെച്ചാൽ അതേ മോനെ പോവാണെന്ന് പറഞ്ഞത്, നിങ്ങളിവിടെ താമസിക്കുന്നില്ല ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു അവിടെ സുധിയുടെ എന്ന് പറയാൻ സുധിയുടെ ഒരു ചെറിയ മോനെ റിത്തപ്പൻ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഇവരുടെ ഫാമിലിയാണ്. അപ്പൊ അവർക്ക് അതിനുള്ള റൈറ്റ്സ് അവർക്ക് ഉണ്ട്. ആരവിടെ താമസിക്കണം എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ രേണുവിന്റെ കാര്യത്തിൽ രേണു എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നത് രേണുവിന്റെ സ്വന്തം ഇഷ്ടമാണ്. അതായത് ഇപ്പം എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ, നാർത്തരാണ് ആ ഒരു സ്ത്രീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ ആളുകൾ ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാ അവരെ ജീവിതത്തിൽ കയറി ഇടപെടുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ? രേണുവിനെ കൊണ്ട് നമ്മുടെ കേരളത്തിനുണ്ടായ ഗുണം, ഈ ഒരു ബിൽഡേഴ്സ് കെട്ടിക്കൊടുക്കേണ്ടിരുന്ന എത്രയോ പാവങ്ങൾക്ക് വീട് അർഹതപ്പെട്ടവർക്ക്, ഇവരൊന്നും അർഹതപ്പെട്ടവരല്ല കേട്ടോ, ഈ രേണുന്ന് അർഹതപ്പെട്ടവരല്ല എന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നു. എത്ര അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ടത് മുഴുവൻ ഇവരായിട്ട് നശിപ്പിച്ചു എന്നുള്ളതാണ്. ബൈ.